ഇത് കേട്ടുടൻ ത്വൽഹത്തദാ കരയുന്നു. അറിവുണ്ടോയേ ഉമ്മ അതാരാണെന്ന്? കിസ്റ വിറയ്ക്കും കൈസറും പനിക്കുന്നതാ. മിസ്റൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. എന്റെ പൊന്നുമ്മ ലോകത്തിന്റെ അമീറാണ് അങ്ങ് പറയുന്ന ഈ പൊന്നുമോനുമ്മ. കിസ്റയെ വിറപ്പിച്ചു കളഞ്ഞ, കൈസറിനെ തകർത്തെറിഞ്ഞു കളഞ്ഞ, ഇസ്ലാമികമായി ഭരണസിരാ കേന്ദ്രത്തിന്റെ അനിഷേധ്യമായ ചെങ്കോല പിടിക്കുന്നതിനിടയിലെങ്ങാന് ധാർമ്മികമായ രോഷം കൊണ്ടെങ്ങാന് കണ്ണുകൾ ഈർഷ്യത കൊണ്ട് നിറഞ്ഞു പോയാൽ ആ ചാട്ടുളി പോലെ തീവമിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ രണ്ടാമതൊരാൾക്ക് ചങ്കൂറ്റമില്ലാത്ത വിധം അല്ലാഹു അജയ്യമാക്കിയ ലോകത്തിന്റെ അമീറായ, ഇസ്ലാമിക ലോകത്തിന്റെ അമീറായ ഉമർ ഇബ്നുൽ ഖത്താബാണുമ്മ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ഭരണം നടന്നുകൊണ്ടിരിക്കെ ഒരിക്കൽ സ്വഹാബത്തിൽ പ്രമുഖനായിരുന്ന ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആ സമയത്ത് തെരുവോരത്തിൽ വെച്ചുകൊണ്ട് ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ടുമുട്ടി. താൻ കണ്ടു, പക്ഷേ തന്നെ ഉമർ തങ്ങൾ കണ്ടില്ല. ഈ ആ സമയത്ത് എന്തിനാണ് ഉമർ എന്ന ഖലീഫ ഈ തെരുവോരത്തിൽ നിൽക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പിടികിട്ടിയില്ല. അദ്ദേഹം കുറെ നേരം ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും ഖലീഫ ഈ നേരത്ത് ഇവിടെ? നേരെ അവിടെ നിന്നുകൊണ്ട് ഖലീഫയെ തന്നെ നിശബ്ദമായി വീക്ഷിച്ചപ്പോ ഖലീഫ തെരുവോരത്തിലേക്ക് തിരിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ? ആരെങ്കിലും എന്നെ അറിയുന്നുണ്ടോ? ആരെങ്കിലും എന്റെ ചെയ്തികൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്റെ പ്രവൃത്തികൾ എന്ന തരത്തിൽ തിരിഞ്ഞുമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കെ അത് തന്നെ അസമയത്താ. സ്വാഭാവികമായി ഒരു മനുഷ്യന് തോന്നുന്ന സംശയങ്ങളൊക്കെ മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ഉള്ളറയിലും ഖലീഫയെ കുറിച്ച് വ്യാപിക്കാനും ജന്മമെടുക്കാനും തുടങ്ങി. കുറെ നേരം പിന്തുടർന്നപ്പോ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തെരുവോരത്തിൽ നിന്ന് ഒരു കുടിൽ വീട് ലക്ഷ്യമാക്കി വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ കുടിലിന്റെ മുമ്പിലെത്തി. രാത്രിയാണ് കടന്നു ചെല്ലുന്നത്, അസമയത്താണ് കടന്നു ചെല്ലുന്നത്. അവിടെ ആരാണ് ഉള്ളതെന്നോ അവരോട് സലാം പറഞ്ഞ് അനുവാദം വാങ്ങിക്കേണ്ട ഒരു മര്യാദയോ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തില്ല. നേരെ വിളിക്കാതെ അപ്രതീക്ഷിതമായ ആ വീട്ടിന്റെ ഉള്ളറയിലേക്ക് സമ്മതം പോലും വാങ്ങാതെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നു. സ്വാഭാവികമായി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംശയം കൂടി, എന്താണ് ഉമർ തങ്ങൾ ആ വീട്ടിൽ, എന്തിനാണ് അവിടെ കടന്നു ചെന്നത് അറിയണം. അതിന് ഇന്ന് രാത്രി പോയാൽ പറ്റില്ല, അത് ശരിയല്ല. നാളെ നേരം വെളുക്കട്ടെ, ആ വീട്ടിലേക്ക് പോയിട്ട് കാര്യം അന്വേഷിക്കണം. എന്നിട്ട് ലോകമറിയാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ഖലീഫയുടെ ജീവിതത്തിന്റെ പിന്നിലുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഇസ്ലാമിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബിനെതിരെ വാദിക്കണം. അത് ത്വൽഹത്തിന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കി ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. നേരം വെളുക്കുന്നതുവരെ ചിന്ത മുഴുവനും ഇന്നലെ ഖലീഫയുടെ പ്രവൃത്തി എന്തായിരുന്നു, ഖലീഫയുടെ ലക്ഷ്യം എന്തായിരുന്നു, ആ വീട്ടിന്റെ ഉള്ളറയിൽ ഖലീഫയ്ക്ക് എന്തായിരുന്നു കാര്യം എന്ന് ചിന്തിക്കുകയായിരുന്നു. നേരം വെളുത്തു. ബാലാർഖണ്ഡത്തിന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വിതറിക്കൊണ്ട് ഉദിച്ചു പൊങ്ങാൻ തുടങ്ങി. ദുഹായുടെ നേരം കഴിഞ്ഞു. മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു നേരെ എഴുന്നേറ്റുകൊണ്ട് ഈ വീട് ലക്ഷ്യമാക്കി നടന്നു. നേരെ ആ വീട്ടിന്റെ മുമ്പിലെത്തിയിട്ട് സലാം പറഞ്ഞു. ആരും സലാം മടക്കാനില്ല, പ്രത്യഭിവാദ്യമില്ല. നേരെ ആ വീട്ടിന്റെ ഉള്ളറയിലേക്ക് കടന്നു ചെന്നു. കടന്നു ചെന്നപാടെ കണ്ണ് അഞ്ചിപ്പോകുന്നത് പോലും മറന്നുപോയ തരത്തിൽ, ഇമജിമ്മാൻ പോലും മറന്നുപോയ തരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിന്റെ ഉള്ളറയിലുള്ള അല്ലാഹുവിന്റെ അടിമയെ തന്നെ നോക്കി നിൽക്കേണ്ടി വന്നു. എന്തായിരുന്നു ആ വീട്ടിന്റെ ഉള്ളറയിൽ എന്നറിയുമോ പ്രിയപ്പെട്ടവരെ? പനനാര് കൊണ്ട് വരിഞ്ഞ് കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംശയിച്ചുകൊണ്ട് മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന വീട്ടിന്റെ ഉള്ളറയിൽ നോക്കുമ്പോ ആ വീട്ടിന്റെ ഉള്ളറയിൽ എഴുന്നേക്കാൻ പോലും ശേഷിയില്ലാതെ ഒരു പാവപ്പെട്ട ഉമ്മ കിടക്കുന്നു. അവർക്ക് സ്വന്തമായി വൃത്തിയാക്കാൻ സാധിക്കുന്നില്ല, അവർക്ക് സ്വന്തമായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, അവർക്ക് കിടക്കുന്ന കട്ടിലിൽ നിന്നൊന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയുന്നില്ല. അത്തരത്തിലുള്ള പാവപ്പെട്ട ഒരു ഉമ്മയെ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തലേ ദിവസം കടന്നു ചെന്ന ആ വീട്ടിന്റെ ഉള്ളറയിൽ കാണുന്നു. നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സ്രഷ്ടാവുണ്ട്. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ ആരാണുമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ആരാണുമ്മ നിങ്ങൾക്ക് വെള്ളം തരുന്നത്? ആരാണുമ്മ നിങ്ങളെ വൃത്തിയാക്കി തരുന്നത്? ആരെയും ഈ വീട്ടില് കാണുന്നില്ലല്ലോ ഉമ്മ. ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഒന്നെഴുന്നേക്കാൻ കഴിയാതെ കിടക്കുന്ന അബലതയുടെ ചബലതയുടെ പ്രതീകമായി വന്യവയോധികയായ പൊന്നുമ്മയോട് ആരാണ് എന്റെ പൊന്നുമ്മാക്ക് ഭക്ഷണം തരുന്നതെന്ന് ചോദിച്ചു തീർന്ന ഉടനെ ഈ ഉമ്മാടെ കവിൽത്തടം വിടരുന്നു. എന്തോ ഒരു സന്തോഷം മനസ്സിനകത്ത് തോന്നിയതുപോലെ ഈ ഉമ്മ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുന്നു. ഇത് കേട്ടുടൻ ത്വൽഹത്ത് കരയുന്നു. ഈ ഉമ്മ പറഞ്ഞു കൊടുത്തു, പൊന്നുമോനെ എനിക്കറിയില്ല മോനെ, കുറെ ദിവസമായി ഒരു പ്രിയപ്പെട്ട ഉമ്മാടെ മുത്തുമോൻ എന്നെ സമീപിക്കാറുണ്ട്, എന്റെ വീട്ടിലേക്ക് കടന്നു വരാറുണ്ട്. എന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ മകൻ കടന്നു വന്ന ഉടനെ ഞാൻ വിസർജിച്ച് വെച്ചിരിക്കുന്ന ചട്ടിയെടുത്ത് വൃത്തിയാക്കുന്നു, അവന്റെ കൈകൾ കൊണ്ട് വൃത്തിയാക്കുന്നു. എന്നിട്ട് ആ ചട്ടി വൃത്തിയാക്കി വേസ്റ്റ് മുഴുവനും കളഞ്ഞിട്ട് അത് പഴയതുപോലെ എനിക്ക് വിസർജിക്കാൻ വേണ്ടി കൊണ്ടുവച്ച് തരും മോനെ. ഒരു വെറുപ്പും ആ മുത്തുമോനിൽ നിന്ന് ഞാൻ കണ്ടിട്ടില്ല, ഒരു വെറുപ്പിന്റെ ശബ്ദവും ആ മുത്തുമോനിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല. അതുപോലെ വൃത്തിഹീനമായി കിടക്കുന്ന എന്റെ ശരീരത്തിലെ വസ്ത്രം മുഴുവനും ആ മുത്തുമോൻ വൃത്തിയാക്കി തരുന്നു. എന്നിട്ട് ആ അഴുക്ക് പിടിച്ച വസ്ത്രം മുഴുവനും മാറ്റുന്നു. എന്നിട്ട് കൊണ്ടുവന്ന നല്ല വൃത്തിയുള്ള വസ്ത്രം എനിക്ക് ധരിച്ചു തരുന്നു. എന്നിട്ട് കരുതി കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ പൊതി തുറന്നിട്ട് ഒരു കുഞ്ഞുമോന് ഭക്ഷണം ഉമ്മ വാരി കൊടുക്കുന്നത് പോലെ ആ മുത്തുമോൻ എനിക്ക് വാരിത്തരും മോനെ. ഇത് ഒരു ദിവസമല്ല, ഇത് 2 ദിവസമല്ല, ഇത് ഏത് ഭാഗ്യമുള്ള ഉമ്മാടെ മോനാണെന്ന് എനിക്കറിയില്ല മുത്തുമോനെ. കാലങ്ങളായി ഞാനിത് അനുഭവിക്കുന്നു. ഇത് ഏത് ഉമ്മാടെ മകനാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്നോട് ഇന്നുവരെ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല എന്നീ ഉമ്മ കഥനത്തോടുകൂടി ആ മകനോടുള്ള സ്നേഹത്തോടുകൂടി പറഞ്ഞിട്ട് പറയുന്നു, എന്റെ പൊന്നുമോനെ, അവസാനം എനിക്ക് ഭക്ഷണം തന്ന എന്റെ വായും ശരീരവും ഒക്കെ വൃത്തിയാക്കി തന്നിട്ട് എന്നോട് സ്നേഹമസന്നതയുടെ വാക്കുകൾ പറയും ഉമ്മ. ഉമ്മ വിഷമിക്കണ്ട ഉമ്മ, ഈ മുത്തുമോനുമ്മാടെ കൂടെ ഉണ്ടേ ഉമ്മ. എന്റെ ഉമ്മ പ്രയാസപ്പെടേണ്ട ഉമ്മ, ഉമ്മാടെ കൂടെ മുത്തുമോനുണ്ടേ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് നല്ല വർത്തമാനം പറഞ്ഞിട്ടാണ് ആ മകൻ എന്നിൽ നിന്ന് മടങ്ങുന്നതെന്ന് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഈ വയോധികയായ ഉമ്മ പറഞ്ഞു തീർന്ന ഉടനെ അല്ലാ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കരയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുടൻ ത്വൽഹത്ത് കരയുന്നു. അറിവുണ്ടോ ഏ ഉമ്മ അതാരാണെന്ന്? കിസ്റ വിറയ്ക്കും കൈസറും പനിക്കുന്നതാ.
മിസ്റൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർക്കുള്ളിമാമാണല്ലോ. എന്റെ പൊന്നുമ്മ ലോകത്തിന്റെ അമീറാണ് അങ്ങ് പറയുന്ന ഈ പൊന്നുമോനുമ്മ. കിസ്റയെ വിറപ്പിച്ചു കളഞ്ഞ, കൈസറിനെ തകർത്തെറിഞ്ഞു കളഞ്ഞ, ഇസ്ലാമികമായി ഭരണസിരാ കേന്ദ്രത്തിന്റെ അനിഷേധ്യമായ ചെങ്കോല പിടിക്കുന്നതിനിടയിലെങ്ങാന് ധാർമ്മികമായ രോഷം കൊണ്ടെങ്ങാന് കണ്ണുകൾ ഈർഷ്യത കൊണ്ട് നിറഞ്ഞു പോയാൽ ആ ചാട്ടുളി പോലെ തീവമിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ രണ്ടാമതൊരാൾക്ക് ചങ്കൂറ്റമില്ലാത്ത വിധം അല്ലാഹു അജയ്യമാക്കിയ ലോകത്തിന്റെ അമീറായ, ഇസ്ലാമിക ലോകത്തിന്റെ അമീറായ ഉമർ ഇബ്നുൽ ഖത്താബാണുമ്മാ. ഇത് കേട്ടുകൊണ്ട മുത്തുമ്മ കരയുന്നു. ഇങ്ങനത്തെ ഒരു അമീറിനെയാണല്ലോ അല്ലാ ഞാൻ സംശയിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു പൊട്ടി വീണ് നിലവിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാനുള്ള കുറ്റബോധത്തോടുകൂടി ആ ഉമ്മാടെ ചാരത്ത് നിന്ന് പോയെങ്കിൽ ആരംഭ നബി എന്ന വിഷയം കേൾക്കാൻ, ഈ പരിശുദ്ധമായ സാധു പെൺകുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുറങ്ങുന്ന അനുഗ്രഹീത മണ്ണിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അല്ലാഹുവിന്റെ മുത്തുനബി, ഇവിടെയാണ് അല്ലാഹുവിന്റെ മുത്തുനബി, ഇവിടെയാണ് അല്ലാഹുവിന്റെ മുത്തുനബി. ഒരു കാലഘട്ടത്തിൽ ദിർഹമിന്റെ നാണയത്തുട്ടുകൾ കൊടുക്കാത്തതിന്റെ പേരിൽ നിരപരാധിയായ പാവപ്പെട്ട കച്ചവടക്കാരന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞ, ദേഷ്യം തീരാതെ രക്തരക്ഷസ് ആവിർഭവിച്ചതുപോലെ തുള്ളിച്ചാടിക്കൊണ്ട പ്രേത ശരീരത്തിന്റെ കൈവെട്ടിയെടുത്ത അതിന്റെ വിരൽ മുറിച്ചുകൊണ്ട് വലിച്ച് നെഞ്ചകത്തേക്ക് കെട്ടിത്തൂക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന കരിങ്കല്ല് മനുഷ്യനെ ഈ ഉമ്മാടെ വിശപ്പറിഞ്ഞുകൊണ്ട്, ദാഹമറിഞ്ഞുകൊണ്ട്, കാരുണ്യം നൽകിക്കൊണ്ട് കാരുണ്യത്തിന്റെ പ്രതീകമാക്കി മാറ്റിയിട്ട് അതേ അധമതയുടെ ആഴങ്ങളിൽ നിന്ന് അതേ ഉമർ ഇബ്നുൽ ഖത്താബിനെ 23 സംവത്സര കാലത്തെ മഹിതമായ ജീവിതം കൊണ്ട് കാരുണ്യത്തിന്റെ, ധാർമ്മികതയുടെ, മനുഷ്യാവകാശത്തിന്റെ ദർഗയിലേക്ക് കൈപിടിച്ചുയർത്തിയ ലോകം കണ്ട ഒരേ ഒരു നേതാവ് ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹി. ഓരോ സഹോദരങ്ങളോട്, സഹോദരിമാരോട് എല്ലാ പടച്ച നിർമ്മാതാവ് തന്നെ പരമസത്യം പറഞ്ഞു കൊടുത്ത ഒരേ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ, അത് ഈ ദുനിയാവാ. അല്ലാഹു തന്നെ പറയാ, വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിനോടുള്ള അമിതമാകുന്ന ഭ്രമം എന്റെ മനസ്സിൽ വന്നിട്ടില്ല. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലൊരു കുരുക്കവും ഉണ്ടായിട്ടില്ല. അല്ല എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും മനസ്സിലില്ല. എന്റെ മനസ്സിനെ ചെതറാതെ പതറാതെ പിടിച്ചു നിർത്തിയ അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അല്ലാ. രോഗം കൊണ്ട് കട്ടപ്പെട്ടപ്പോ അല്ലാഹു പറയാ, അയ്യൂബിന്റെ രോഗത്തിന് ഞാൻ ശിഫ കൊടുത്തത് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലല്ല, നിപുണനായ ഡോക്ടറിന്റെ മുമ്പിലല്ല, പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്ന് ജലസരത്ത് കടന്നിട്ട് കളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു, അയ്യൂബേ പച്ചവെള്ളത്തിന് കാല് മുക്കിക്കോ അയ്യൂബേ. ാണ് പരാതി, എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി. ഉസ്താദേ എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല, ഉസ്താദേ എന്റെ വിസ റെഡിയാകുന്നില്ല, ഉസ്താദേ എന്റെ ജോലി പറക്കത്തില്ല, ഉസ്താദേ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാ, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ, നീ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണേ.